ബംഗ്ലാദേശിലെ ആഭ്യന്തര സംഘർഷവും ഭാരതവുമായുള്ള തർക്കവും നിരീക്ഷിക്കുന്നുവെന്ന് റഷ്യ. നിലവിലെ സംഘർഷങ്ങൾ അടിയന്തരമായി ഒഴിവാക്കണമെന്ന് റഷ്യൻ അംബാസിഡർ വ്യക്തമാക്കി. അയൽ രാജ്യവുമായുള്ള പ്രശ്നം ബന്ധങ്ങളെ വഷളാക്കുമെന്ന് മുന്നറിയിപ്പ്. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനായി ഭാരതം വഹിച്ച പങ്ക് മറക്കരുതെന്നും ഓർമ്മപ്പെടുത്തൽ. And of course, we share our concern regarding the situation here also. I mean, the geopolitical situation. The sooner you reduce the tension and find a way for reducing this tension with India, the better. Because since, as you have already mentioned, historically, since 1971, when Bangladesh has gained the independence, mostly because of Indian help as well. And Russia also supported in this regard. And shoulder to shoulder, India, Bangladesh and Russia, we were together. As you remember that we cleared the Farway. That time India helped us a lot in this regard. So my position is that the tensions must be reduced as soon as possible. It is not in the interest of neither India nor Bangladesh. ഐസൺ ജോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഐസൺ, ബംഗ്ലാദേശിലെ ആഭ്യന്തര സംഘർഷവും ഭാരതവുമായുള്ള തർക്കവും വലിയ രീതിയിൽ തന്നെ നിരീക്ഷിക്കുകയാണ് റഷ്യ. നിലവിലെ സംഘർഷങ്ങൾ അടിയന്തരമായി ഒഴിവാക്കണം എന്ന് റഷ്യൻ അംബാസിഡർ വ്യക്തമാക്കുന്നതോടൊപ്പം ബംഗ്ലാദേശിന് കൃത്യമായ ഒരു താക്കീത് കൂടി നൽകുന്നുണ്ടല്ലോ. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും രോഹിണി, ബംഗ്ലാദേശിന് ഒരു കൃത്യമായ താക്കീത് തന്നെയാണ് റഷ്യയുടെ ബംഗ്ലാദേശിലെ അംബാസിഡർ നൽകിയിരിക്കുന്നത്. അലക്സാണ്ടർ ഗ്രിഗറേവിച്ച് ഖോസിൻ എന്ന് പറയുന്ന അവിടുത്തെ ബംഗ്ലാദേശിലെ റഷ്യയുടെ സ്ഥാനപതിയാണ് കൃത്യമായൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിർദ്ദേശമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് തന്നെ. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ വർദ്ധിക്കുന്നത് ഒഴിവാക്കുന്നതിന് കടുത്ത നടപടികളും കർശന നടപടികളും കൃത്യമായി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് മുഹമ്മദ് യൂനുസ് സർക്കാരിനെ, അല്ലെങ്കിൽ ആ താൽക്കാലിക സർക്കാരിന് കൃത്യമായ നിർദ്ദേശം നൽകുകയാണ് അദ്ദേഹം. ആ നിർദ്ദേശം നൽകുന്നതിന് പുറമെ തന്നെ അദ്ദേഹം വളരെ കൃത്യമായ നിലപാട് അറിയിക്കുകയും ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭാരതവുമായുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ്. ഭാരതവുമായുള്ള വിഷയങ്ങൾ 1971 ബംഗ്ലാദേശ് രൂപീകരിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ അതിനുവേണ്ടി ഭാരതം എടുത്ത പങ്ക്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ആ ഒരു സ്ഥൈര്യവും ഭാരതത്തിൻ്റെ നിലപാടുമാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം തന്നെ ഉണ്ടാകാൻ കാരണം. അന്ന് ചരിത്രപ്രധാനമായ മറ്റൊരു സംഭവവികാസം കൂടി ഉണ്ടായി എന്ന് വിശേഷിപ്പിച്ചാണ് അന്നത്തെ ഭാരതത്തിൻ്റെ നീക്കത്തെ റഷ്യ പൂർണ്ണമായും പിന്തുണച്ചിരുന്നു എന്ന കൃത്യമായ ചരിത്രപരമായ വസ്തുത കൂടി പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് അറിയിക്കൽ. കൃത്യമായും അദ്ദേഹം പറയുന്നത് ഭാരതവുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് തൊട്ടയൽ രാജ്യമായ ഒരു ശക്തിയെ, അല്ലെങ്കിൽ ഒരു തൊട്ടയൽ രാജ്യത്തോട് കൈകാര്യം ചെയ്യുന്നത് പോലെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തെ കാര്യക്ഷമമായി പ്രതിരോധിക്കുന്നതിന് കാര്യമായ ഒരു ഇടപെടൽ നടത്തണം. തൊട്ടടുത്തുള്ള ഒരു അയൽവാസി, അല്ലെങ്കിൽ അയൽവാസി എന്ന് പറയുമ്പോൾ വളരെയധികം അതിർത്തി പങ്കുവയ്ക്കുന്ന ഈ അയൽവാസി കൂടിയായതുകൊണ്ട് തന്നെ, അയൽ രാജ്യമായതുകൊണ്ട് തന്നെ കൃത്യമായ നീക്കങ്ങൾ ഇക്കാര്യത്തിലുണ്ടാകണം. ആ ബോധ്യത്തോടെ വേണം കാര്യങ്ങളിൽ ഇടപെടാനെന്ന ഒരു നിലപാടാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും അതൊരു മുന്നറിയിപ്പായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു നയതന്ത്ര തലത്തിലെ പ്രതിനിധിയുടെ വാക്കുകളിൽ നിന്നും ഇത്രയും കൃത്യമായൊരു നിലപാട് പുറത്തു വരുന്നുണ്ട് എങ്കിൽ അത് റഷ്യൻ സർക്കാരിൻ്റെ ഒരു മുന്നറിയിപ്പായി തന്നെ നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കണം, തൊട്ടയൽ രാജ്യത്തോട് ചെയ്യുന്നത് പോലെയുള്ള ബോധ്യത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വേണം, ചരിത്രപരമായി ഭാരതവുമായുള്ള ബന്ധം എന്തെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ഒരു ചുരുക്കം വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ സമാഹരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കൃത്യമായും അദ്ദേഹം പറയുന്നത് ബംഗ്ലാദേശിനുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ശരി, ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.